ഇത് ഞാനൊരു ബ്യൂട്ടി ടിപ്സാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ഇടാൻ പറ്റിയ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ദോഷമില്ലാത്ത ഒരു ഫേസ് പാക്കാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമുക്കൊരു 45 വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഇങ്ങനെ വരാറുണ്ടല്ലോ. ചിലർക്കൊക്കെ ഒരുപാട് കാണും, എനിക്കും ഉണ്ടായിരുന്നു. ഞാനത് കുറേയൊക്കെ മാറ്റി അതങ്ങ് നന്നായി ഒരുവിധം നല്ല രീതിയിൽ അത് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അത് നേരത്തെ. അപ്പം അത് മാറ്റിയിട്ട് അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കാണാവോ? വേണ്ട ഒരു കഷ്ണം പപ്പായ കേട്ടോ, ഒരു കഷ്ണം പപ്പായ, പഴുത്ത പപ്പായ. പിന്നെ നമ്മുടെ ഈ അലോവേര ജെല്ല് എടുത്തിട്ടും വരുന്നില്ല. ഞാൻ ജെല്ലായിട്ട് എടുത്തിട്ടുണ്ട്. അലോവേര അറിയാലോ, കറ്റാർ വാഴ, നമ്മുടെ കറ്റാർ വാഴ. ഇതിനെ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കട്ടെ. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ ഞെരടി പൊടിച്ച പേസ്റ്റ് പോലെ ആക്കില്ല. മിക്സിയിൽ അരയ്ക്കാനൊന്നും പോയില്ല കേട്ടോ. സോറി, തറപ്പോയി, സാരമില്ല. അങ്ങനെ കൈ കൊണ്ട് തന്നെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി പറയാം. ഞാനത് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ മുഖമൊക്കെ പോയി കഴുകിയിട്ട് വരാം. മുഖം നന്നായിട്ട് നമ്മൾ സോപ്പോ പിന്നെ ഫേസ് വാഷോ എന്തെങ്കിലും ഇട്ട് കഴുകണം, നന്നായിട്ട് കഴുകണം. ഇപ്പം കുറച്ച് സോപ്പ്, നമ്മുടെ പിയേഴ്സ് സോപ്പൊക്കെ ഇല്ലേ, ആ സോപ്പായാലും മതി. ഫേസ് വാഷിനെ വേണമെന്നില്ല, ഉണ്ടെങ്കിൽ തേക്കാം. എനിക്ക് ഫേസ് വാഷില്ല, ഞാൻ സോപ്പിട്ട് കഴുകാൻ പോകും. ഞാൻ മുഖം കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖം നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്കിനി ഇത് മുഖത്ത് പുരട്ടാം. അത് ഒട്ടും ഒന്നും കാണാനൊന്നും വലുതായിട്ട് കാണത്തില്ല. കാരണം പപ്പായ അങ്ങ് വെള്ളം പോലെ അങ്ങായി. പിന്നെ അലോവേരയും വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് വലുതായിട്ടൊന്നും കാഴ്ചയ്ക്കൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഗുണം ഭയങ്കരമാണ് കേട്ടോ. അതിൻ്റെ ഗുണം ഇങ്ങനെ കണ്ണിൻ്റെ പുറത്തൊക്കെ തേക്കുകയാണെങ്കിലും അലോവേരയൊക്കെ ആയതുകൊണ്ടേ വേറെ പ്രശ്നമൊന്നുമില്ല. അലോവേരയും പപ്പായയൊക്കെ അല്ലേ കണ്ണിൻ്റെ താഴെ, കണ്ണിൻ്റെ പുറത്തൊക്കെ, കണ്ണിൻ്റെ അടിയിലൊക്കെ തേച്ചെന്ന് വെച്ച് ഒന്നുമില്ല. പട്ടി വരയ്ക്കുന്നു, എന്തിനാണോ എന്തോ. പറമ്പിൽ കൂടെ ഒരു പൂച്ച ഓടി, അതിനാണ് ഈ പട്ടി വരയ്ക്കുന്നത്. പൂച്ച കണ്ട പട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്. കഴുത്തിലും കൂടെ ഒക്കെ തേക്കാമേ. മാലയൊക്കെ ഞാൻ ഊരി മാറ്റി. നല്ല വൃത്തിയാവും കേട്ടോ. വെയിലടിച്ച് കരുവാളിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് മാറും. നമ്മളിപ്പോൾ ഈ വയസ്സുകാലത്ത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നരുതേ. കാരണം വയസ്സൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മൾ വൃത്തിയായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ 10-28 വയസ്സുള്ള ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പിന്നെ ഇതൊക്കെ മുഖം സ്കിന്നൊക്കെ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നന്നായിട്ട് ആക്കാത്തെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരി പറയുകയാണേ. പിന്നെ ആരെങ്കിലും കാണിക്കാനാണോ? അവരവരെ സ്നേഹിക്കണം. ഞാൻ എന്നെ സ്നേഹിക്കണം, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നമ്മളോട് തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിച്ചാൽ എങ്ങനെ? ഇനി ഒരു തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകാം. ഇപ്പോൾ ഏതാണ്ടൊന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് ഉണങ്ങിയതുപോലെ ആയിട്ടുണ്ട്. ഞാൻ ഇനി അത് കഴുകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ പിന്നെ കറ്റാർ വാഴ എടുക്കുമ്പോഴേ കറ്റാർ വാഴ മുറിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കണം. അതിൽ നിന്നൊരു കറ ഒഴുകി പോകാനുണ്ട്. മഞ്ഞ കളറിലൊരു കറ വരും. ആ കറ മാറിയതിന് ശേഷമേ ഈ കറ്റാർ വാഴ മുറിച്ച് അതിനകത്തുള്ള ജെല്ലി എടുക്കാവുള്ളേ. അല്ലാതെ തന്നെ നമ്മൾ നേരെ അപ്പോഴേ മുറിച്ച് ഇങ്ങനെ ഇതായിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ കറയും കൂടെ ഇതിനകത്തായി പോകും. അപ്പോൾ ചൊറിച്ചിൽ വരും. നമുക്കിങ്ങനെ പുരട്ടുമ്പോഴേ ചൊറിച്ചിൽ വരും. അത് ഒഴിവാക്കണം. ഞാൻ അത് കഴുകി കളഞ്ഞിട്ട് വന്നിരിക്കുകയാണേ. ഇനി അടുത്ത കാര്യം ഞാൻ കാണിച്ചു തരാം. ഞാനൊരു വാസലിൻ്റെ കണ്ടോ, വാസലിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസിങ് എന്ന് പറഞ്ഞൊരു സാധനം. ഡീപ്പ് മോയ്സ്ചറൈസിങ് 48 മണിക്കൂർ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഞാനത് ഇടയ്ക്കൊക്കെ മുഖത്ത് തേക്കുന്ന സാധനമാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തുള്ളി, പാടൊന്നും വേണ്ട, 3 തുള്ളിക്ക് എടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് പുരട്ടുക. കാരണം ഒരു ഓയില് പിന്നെ ഉണങ്ങി കഴിയുമ്പം വേനൽക്കാലം കൂടെ അല്ല, ഓയില് അല്ലാതെ ഒരു മരവിച്ചിരിക്കും, ഉണങ്ങി വരണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴും അങ്ങനെ വന്നാൽ കൊള്ളുകയല്ലോ അതിന്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചെയ്യണം കേട്ടോ, നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസമായാലും മതി ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ.